എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി, ജാതകത്തിൻ്റെ പ്രസക്തി എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ആവണിപ്പലകയിൽ വിതറിയിട്ട കവടി പകുത്ത് ഫലം പറയുന്ന ജ്യോതിഷം ഭാരതീയ ശാസ്ത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്താണ്. പിറന്നു വീഴുന്നതു മുതൽ മടങ്ങിപ്പോകുന്നതുവരെയുള്ള നീണ്ട ജീവിതയാത്രയിൽ ജാതകപ്രകാരം നാം അറിയാതെ നമ്മുടെ ജീവിതം ഇടറി നിന്നും മുന്നോട്ട് കുതിച്ചും പ്രയാണം തുടരുന്നു. എപ്പോഴും വരും വരായ്മകളുടെ തിരിച്ചറിവുകൾക്കായി നമ്മുടെ ജാതകം നമ്മുടെ ജീവിത നിഴലാകുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ ജനന സമയത്ത് സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളും ഏത് സ്ഥാനത്താണ് നിലകൊള്ളുന്നത് എന്നത്. ഇതിനെ ഗണിച്ചെടുക്കുവാനുള്ള സിദ്ധിവിശേഷം പണ്ട് ജാതകം രചിച്ചിരുന്ന ജ്യോതിഷികൾക്ക് ഉണ്ടായിരുന്നു. അതിനാലാണ് ഇന്നും ജാതകമെഴുതിക്കുന്നതിന് പലരും ജ്യോതിഷിയെ അന്വേഷിച്ചു പോകുന്നത്. പ്രാരാബ്ധവും ആഗാമികവും സഞ്ചിതവുമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ആ കർമ്മഫലങ്ങളുടെ സൂചനകൾ നൽകുന്നവയാണ് ഗ്രഹങ്ങൾ. പൂർവജന്മാർജിതമായ പാപപുണ്യങ്ങളെയും അതുമൂലം ഭാവിയിൽ വരാവുന്ന ശുഭാശുഭത്വങ്ങളെയും സമഗ്രമായി സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ജനന സമയത്തെ ഗ്രഹനില. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഠരേ ശയനം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങളിൽ ശുഭാശുഭ ഫലങ്ങൾ ഏതേതു സമയത്ത് സംഭവിക്കും, ഏതേത് സമയത്ത് ശുഭകാര്യങ്ങൾ ആരംഭിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകാൻ ജ്യോതിഷത്തിന് കഴിയുന്നു. ഒരു വ്യക്തി ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട കർമ്മപന്ഥാവ് ഏതെന്ന സൂചന മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ ജ്യോതിഷത്തിലൂടെ വെളിപ്പെടുന്നു. ഒരു വ്യക്തിയുടെ വാസനകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ ശാസ്ത്രം സഹായിക്കുന്നു. പരിശുദ്ധമായിരിക്കുന്ന ജാതകം കൊണ്ട് ഭാവി ഫലങ്ങൾ അറിയാതെയുള്ള മനുഷ്യന്റെ ജീവിതം അന്ധകാരമയമാകുന്നു. അതായത് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാതെ ഇരുട്ടിൽ കിടന്ന് വിഷമിക്കുന്നവനാണെന്ന് സാരം. അധികമോ അല്പമോ തുല്യമോ ആയ അനുഭവ ഗുണങ്ങൾ ഭാഗ്യത്തെ ആശ്രയിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ പുരുഷപ്രയത്നമില്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഫലപ്രവചനത്തിന് ആവശ്യമായ മറ്റു വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയതാണ് ജാതകം. ഒരു വ്യക്തി ജ്യോതിഷിയോട് തൻ്റെ ഭൂത വർത്തമാന ഭാവികാല അനുഭവങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹസ്ഥിതി കണക്കാക്കി ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന രീതിയാണ് പ്രശ്നം. പൊതുവെ പറഞ്ഞാൽ പൂർവജന്മത്തിൽ നാം ചെയ്ത സുകൃത ദുഷ്കൃതങ്ങളുടെ ഫലമായി ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയുള്ള സുഖദുഃഖങ്ങളെ അറിയാൻ സാധിക്കുന്നതാണ് ജാതകം. ഒരു ജന്മത്തിൽ ചെയ്ത ശക്തിയേറിയ
പുണ്യപാപങ്ങളുടെ ഫലം ആ ജന്മത്തിൽ തന്നെ അനുഭവിക്കുമെന്നും ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത സുകൃത ദുഷ്കൃതങ്ങളുടെ ഫലം പ്രശ്നത്തിൽ കൂടി അറിയാം. ജാതകവശാൽ അനുകൂലമായും പ്രശ്നത്തിൽ പ്രതികൂലമായും ഒരു വിഷയം വന്നാൽ അത് ആ ജന്മം ചെയ്ത അശുഭകർമ്മങ്ങളുടെ ഫലമാണെന്നും കാണാം. ജാതകവശാൽ ദോഷമായും പ്രശ്നവശാൽ ഗുണമായും വന്നാൽ അത് ഈ ജന്മം ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലമാണെന്ന് മനസ്സിലാക്കണം. ജാതക പ്രശ്നങ്ങളിലെ ഫലങ്ങൾ യോജിച്ചു വന്നാൽ അത് നിശ്ചയമായും പൂർവജന്മത്തിലെ സുകൃത ദുഷ്കൃതങ്ങളുടെ ഫലമാണെന്ന് കാണാവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും നന്ദി.